നമ്മളുടെ ഓൺ എക്സാം. ഇനി നോക്കാൻ സമയമില്ല, ഇനി റിവൈസ് ചെയ്യാൻ സമയമില്ല, ഒന്നിനും സമയമില്ല. ഇപ്പോഴായിരിക്കും പല കുട്ടികളുടെ പഠിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്ന തന്നെ, അല്ലേടാ? അങ്ങനെയെങ്കിൽ ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞിട്ടെ നിങ്ങൾക്ക്. നിങ്ങളുടെ രണ്ടാമത്തെ ചാപ്റ്ററിലെ നമ്മളുടെ ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യകൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ അതിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് പകുതിയോളം മാർക്കിന് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ തീരെ പഠിക്കാത്ത ഒരു കുട്ടിയാണെങ്കിൽ ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ കലക്കി കുടിച്ച് പഠിക്കുക എന്നുള്ളതാണ്. ഇത് പഠിച്ചു കഴിഞ്ഞാലടാ എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾ പാസ്സാവാൻ, നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ, പാസ്സാവാനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പാസ്സാവുള്ളൂ. 30% മാർക്ക് ഉണ്ടെങ്കിലേ പാസ്സാവുള്ളൂ. അല്ലെങ്കിൽ അവിടെ സ്പെഷ്യൽ ക്ലാസ്സിൽ ഇരിക്കേണ്ടി വരും, എല്ലാവരുടെ മുന്നിലും തലയും താഴ്ത്തി നിൽക്കേണ്ടി വരും. നിങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തോ, പഠിച്ചു തുടങ്ങിക്കോടാ. അപ്പൊ ഞാൻ പറഞ്ഞിട്ടെ ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്ന് മൊത്തം ഈ ഒരൊറ്റ വീഡിയോയിൽ പറഞ്ഞുതരാൻ പോവാണ് കേട്ടോ. നമ്മൾ പകുതിയോളം മാർക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ സെറ്റ് ചെയ്യാൻ പോവാണ്. യെസ്, നോക്കിയടാ, ഫ്രാക്ഷൻസിൽ ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം, ഫ്രാക്ഷൻസ് എന്താണെന്ന് അറിയാം അല്ലെ. 1/2, 2/3 ഇതൊക്കെ ഫ്രാക്ഷൻ ആണ്. അപ്പൊ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഞാൻ എഴുതാ ഒരു ഫ്രാക്ഷൻ 3/2. ഇവിടെ എന്താണ്, ഡിനോമിനേറ്റർ ചെറുതാണ് അല്ലെ. നോക്കിയേ, ഡിനോമിനേറ്റർ ചെറുതാണ്. ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ എന്റെ മക്കളെ മനസ്സിലേക്ക് വരേണ്ട കാര്യം, ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ എപ്പോഴും ഇത് ഒന്നിനേക്കാൾ കൂടുതലായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം അറിയോ, ഡിനോമിനേറ്റർ ചെറുതാണെങ്കിൽ ഇതിനെ മിക്സ്ഡ് ഫ്രാക്ഷനിലേക്ക് എഴുതണം. അതായത് 3നെ 2 കൊണ്ട് ഹരിക്കുക, ഒരു 2 ആയിരിക്കും ഉണ്ടാവുക, 1 ശിഷ്ടം വരും. അങ്ങനെയെങ്കിൽ ഇതിനെങ്ങനെയാ മിക്സ്ഡ് ഫ്രാക്ഷനിൽ എഴുതാം മിസ്സേ? അതായത് മുകളിലുള്ള 1 ആദ്യം എഴുതുന്നു, റിമൈൻഡർ മുകളിൽ എഴുതുന്നു, ബൈ എത്രയോണ്ടാണോ ഹരിച്ചത് അത് എഴുതുന്നു. 1/2 ആയിരിക്കും. ഓക്കെ, 1/2 ആയിരിക്കും. ഇതാണ് ഒന്നാമത്തതായിട്ട് അറിയേണ്ട കാര്യം. രണ്ടാമത്തതായിട്ട് അറിയേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങളോട് 2/3/4 ഇങ്ങനെ ഒരു ഫ്രാക്ഷൻ എന്റെ മക്കൾക്ക് തന്നു കഴിഞ്ഞാൽ ഇതിനെ എങ്ങനെയാണ് നമ്മളുടെ സ്വന്തമായിട്ടുള്ള സാധാ ഫ്രാക്ഷനിലേക്ക്, ആ ഒരു സാധാ ഫ്രാക്ഷനിലേക്ക് മാറ്റാൻ നിങ്ങൾ അറിയണം. അതെങ്ങനെയാണെന്നറിയോ? സിമ്പിൾ കാര്യമാണ്. ഇവന്മാർ രണ്ടാളെയും ഗുണിക്കുക. 4 ഗുണിക്കണം 2 എത്രയാണ്? 8 ആണ് അല്ലെ. ആ 8നോട് എന്ത് ചെയ്യുക, ഈ 3നെ കൂട്ടുക. നോക്ക്, ഇവന്മാർ രണ്ടാളെയും ഗുണിക്കുന്നു, അതിനോട് ഇവനെ കൂട്ടുന്നു. ബൈ എന്താണോ ഡിനോമിനേറ്റർ അത് എഴുതുന്നു. 8 + 3 ആണ്, അതായത് 11/4 ആയിരിക്കും. ഓക്കെ, 11/4 ആയിരിക്കും. ഇങ്ങനെ ഈ 2 എണ്ണം എഴുതാൻ അറിയെങ്കിൽ വേറൊരു പ്രശ്നവുമില്ല. ഇനി നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നിങ്ങളോട് ചോദിക്കും, ഹൗ മെനി കിലോഗ്രാം ഇൻ 10 ടൈംസ് ഈസ് 3/2 കിലോഗ്രാം? 3/2 കിലോഗ്രാമിന്റെ 10 മടങ്ങ് എത്ര കിലോഗ്രാം ആണ്? അതായത് നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കടാ, 10 ടൈംസ് 3/2 ചോദിക്കും, അല്ലെങ്കിൽ 10ന്റെ 3/2 മടങ്ങ് അങ്ങനെ ചോദിക്കും. അല്ലെങ്കിൽ നോക്കിയേ, 3/2 പാർട്ട് ഓഫ് 10 എന്ന് ചോദിക്കും. അതായത് 10ന്റെ 3/2 ഭാഗം എന്നൊക്കെ ചോദിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നോക്കിയേ, ഈ മടങ്ങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ടൈംസ് പാർട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും മടങ്ങ് ഭാഗം എന്ന് ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾ അറിയേണ്ട ഒരൊറ്റ കാര്യം എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നിങ്ങൾ അറിയേണ്ട ഒരൊറ്റ കാര്യം ഇത് മാത്രമാണ്. മടങ്ങായിക്കോട്ടെ, ഭാഗമായിക്കോട്ടെ, ടൈംസ് ആയിക്കോട്ടെ, പാർട്ട് ആയിക്കോട്ടെ, നിങ്ങൾ നേരെ ഗുണിക്കുകയാണ് ചെയ്യുക. എങ്ങനെയാടാ ഗുണിക്കുക? ന്യൂമറേറ്ററിനെ തമ്മിൽ ഗുണിക്കുന്നു, ഡിനോമിനേറ്ററിനെ തമ്മിൽ ഗുണിക്കുന്നു. സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യും? 10 ഗുണിക്കണം 3/2. അല്ല മിസ്സേ, 10 ഒരു ഫ്രാക്ഷൻ അല്ലല്ലോ. ഞങ്ങൾ എന്ത് ചെയ്യും? അങ്ങനെ ഒരു ഫ്രാക്ഷൻ അല്ലാത്തൊരു സംഖ്യ തരികയാണെങ്കിൽ നിങ്ങൾ ബൈ 1 കൊടുത്താൽ മതി. 10/1 × 3/2. ഇവന്മാർ രണ്ടാളെയും ഗുണിക്കുന്നു. 10 × 3 30 ആണ്. 1 × 2 2 ആണ്. 30/2 15 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഒരു പ്രശ്നവുമില്ലല്ലോ എൻ്റെ മക്കൾക്ക്. അങ്ങനെയെങ്കിൽ നോക്കിയേ, അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് തന്നിട്ടുണ്ടാവും? ഒരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടാവും. എന്നിട്ട് ഇവർ പറയും ആ ട്രയാങ്കിളിന്റെ വീതിയും നീളവും നിങ്ങൾ തരും. അതായത് ചിലപ്പോൾ വീതി 1/2 തരും. ഇതെന്ത് ചെയ്യും? 3/4. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഏരിയ കാണാൻ പറയും. ഏരിയ എന്ന് പറഞ്ഞാൽ പരപ്പളവ്, അല്ലെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ എങ്ങനെയാടാ കാണാ? ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നിങ്ങൾ എങ്ങനെയാ കാണാ? നമുക്കറിയാം അല്ലെ, നീളം ഇൻറ്റു വീതിയാണ്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ കണ്ടറിയോ? ലെങ്ത് എന്ന് പറയുമ്പോൾ 3/4 ആണ്, ഇൻറ്റു 1/2. ഇങ്ങനെ ഒരു മിക്സ്ഡ് ഫ്രാക്ഷൻ ഇതിൽ എന്തിനാ കൊടുക്കുന്നത് മിസ്സേ? ഇതെന്തിനാ? ഇവൻ ആരാ? സാധാ ഒരു കുട്ടി എന്ത് ചെയ്യും? ഈ 3/4 1 കൊണ്ട് ഗുണിക്കും, ഇനി പിന്നെ 1/2 കൊണ്ട് ഗുണിക്കും. നമ്മൾ അങ്ങനെയൊന്നുമല്ല ചെയ്യേണ്ട. നമ്മൾ ഈ ചൂപ്പോട്ടിന്റെ കുട്ടികളാണ് അല്ലെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ട ഇത്ര മാത്രമാണ്. ഈ 2നെ 1 കൊണ്ട് ഗുണിക്കുക. 2നെ 1 കൊണ്ട് ഗുണിച്ചാൽ എത്രയാണ്? 2 ആണ് അല്ലെ. 2 അതിനോടൊന്ന് കൂട്ടുക. 2 + 1/2 നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ്. അതായത് 3/4 × 3/2 ആയിരിക്കും. 3/4 ×
3/2 ആയിരിക്കും. 3 ഗുണിക്കണം 3 എത്രയാ? 9 ആണ്. 4 ഗുണിക്കണം 2 എത്രയാ? 8 ആണ്. 9/8 ആയിരിക്കും നിങ്ങളുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഏരിയ കാണാൻ വന്നാൽ നിങ്ങൾ ചെയ്യേണ്ടത്. എടാ ഇതൊക്കെ വളരെ പാടായിട്ട് തോന്നുന്നുണ്ട്, എനിക്ക് ഇപ്പം പഠിക്കാൻ പറ്റൂല മിസ്സേ എന്നുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗമാണെടാ ഈ ഒരു ബാച്ച് എന്നുള്ളത്. നിങ്ങൾക്ക് ഫാസ്റ്റ് ട്രാക്ക് ബാച്ച് എജ്യൂപോർട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നിങ്ങൾ ഒന്നും പഠിക്കാതെ താഴെയുള്ള മക്കളെ പോലും ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റിയ ഒരു ബാച്ചാണ് കേട്ടോ ഇത്. നിങ്ങൾ ഇതാ ഇത്ര മാത്രം ഇപ്പൊ ചെയ്താൽ മതി. നിങ്ങൾ ഒന്ന് കമന്റ് ബോക്സിൽ രജിസ്റ്റർ നൗ എന്ന് പറയുന്ന ഒരു ലിങ്ക് കാണാം. ആ ലിങ്കിൽ ഒന്ന് രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. നിങ്ങൾ പിന്നെ ആലോചിച്ചോ ചേരണോ ചേരണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ മാത്രം അഭിപ്രായമാണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് അതിലൊന്ന് രജിസ്റ്റർ ചെയ്യുക. അതിൽ ഇപ്പൊ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ ഇന്ന് ഓഗസ്റ്റ് 20 വരെയാണ്, അത് ഇന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഇന്ന് വരെയാണ് നമ്മുടെ ഓഫർ ഉള്ളത്. അപ്പൊ ഇന്ന് വരെയുള്ള കുട്ടികൾക്ക്, ഇന്ന് വരെ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടിക്ക് 1799 കിട്ടും. ഇന്നിപ്പോ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ 2 മാസം കഴിഞ്ഞിട്ടാണ് ചേരുന്നതെങ്കിലും ഈ എമൗണ്ട് കൊടുത്താൽ മതി. പക്ഷെ ഇന്ന് രജിസ്റ്റർ ചെയ്യുന്നില്ല എങ്കിൽ എന്തായിരിക്കും സ്ഥിതി? നിങ്ങൾക്ക് ആ ഒരു എമൗണ്ടിന് എന്തായാലും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു ചെറിയ എമൗണ്ട് എന്തായാലും അതിൽ കൂടും. അപ്പോൾ മക്കൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. പിന്നെ ആലോചിച്ചോ ചേരണേന്നൊക്കെ പിന്നെ ആലോചിച്ചോ. നിങ്ങൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യും, നിങ്ങൾ പറഞ്ഞാൽ മതി ഞങ്ങൾക്ക് ഇപ്പം ചേരുന്നില്ല പറഞ്ഞോ, നിങ്ങൾ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ രജിസ്റ്റർ ചെയ്യുക. ഓക്കെ സെറ്റ്. അങ്ങനെയെങ്കിൽ മിസ് നോക്കട്ടെ, അടുത്തൊരു ക്വസ്റ്റ്യൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് നിങ്ങളോട് പറയും ഒരു തണ്ണിമത്തൻ, ആ തണ്ണിമത്തൻ എന്തുണ്ട്, ഒരു തണ്ണിമത്തൻ്റെ ആ തണ്ണിമത്തൻ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഒരു 5 ആൾക്ക് കൊടുക്കാൻ പോവാ. 3, 4, 5 ആൾക്ക് കൊടുക്കാൻ പോവാ. ആ തണ്ണിമത്തന്റെ വെയിറ്റ് എന്ന് പറയുന്നത് 3 കിലോഗ്രാം ആണ്. അപ്പൊ 3 കിലോഗ്രാം ഉള്ള തണ്ണിമത്തന് ഞാൻ 5 ആൾക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര കിട്ടും ചോദിക്കും. അതായത് 3 കിലോഗ്രാം ഉള്ള തണ്ണിമത്തന് 5 ആൾക്ക് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഒരാൾക്ക് എത്ര, എങ്ങനെയായിരിക്കും അറിയോ? 3/5 ആയിരിക്കും. 3 കിലോഗ്രാം 5 ആൾക്ക്. അപ്പൊ 3 കിലോഗ്രാം 5 ആൾക്ക് 3/5. 4 ആൾക്കാണെങ്കിലോ 3/4. 2 ആൾക്കാണെങ്കിലോ 3/2. ഇത് ആലോചിച്ച് വെക്കേ. തണ്ണിമത്തൻ എന്നെ അയക്കൂല, വാട്ടർമെലൺ എന്നെ അയക്കൂല ചോദിക്കുന്നത്. നിങ്ങളോട് എന്ത് ചോദിക്കും? ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചോദിക്കും. നിങ്ങളോട് ചിലപ്പം പാല് എന്ന് പറയും, മിൽക്ക് ഇത്ര ആൾക്കാർക്ക് വീതിക്കണം, 50 ലിറ്റർ മിൽക്ക് 10 ആൾക്കാർക്ക് വീതിക്കണമെങ്കിൽ ഒരാൾക്ക് എത്ര? 50/10. ഇനി വേറെന്തെങ്കിലും മത്തൻ എന്ന് പറയും. അങ്ങനെ പലതും നിങ്ങളോട് ചോദിക്കും. എന്ത് ചോദിച്ചാലും ഡിവൈഡ് ചെയ്യാൻ പറയുകയാണെങ്കിൽ 4 ആൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുക. ദെൻ അവസാനമായിട്ട് എൻ്റെ മക്കൾ പഠിച്ചു വെക്കേണ്ട കാര്യം ഇതാണ്. ഈ ചതുരം വരച്ച് ഗുണനഫലം കണക്കാക്കാനുള്ളതാണ്. കാര്യം സിമ്പിളാണതാ. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം ഒരു ചതുരം വരയ്ക്കുക. ആദ്യം ഇവരെന്താ പറഞ്ഞത്? 1/5 എന്നാ പറഞ്ഞത്. എന്താ പറഞ്ഞത്? 1/5. അപ്പൊ എന്ത് ചെയ്യാണ്? 1/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/5 5ൽ 1 അല്ലേ? അതായത് ഇതിന് 5 പാർട്ടാക്കും. 1, 2, 3, 4, 5 ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണേ നിങ്ങൾ. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ 5 പാർട്ടാക്കിയതിൽ 1 എന്നാ പറഞ്ഞത്. അപ്പൊ ഞാൻ 1നെ കളർ ചെയ്യും. ഓക്കെ, 5 പാർട്ടാക്കിയതിൽ 1 ഞാൻ കളർ ചെയ്യും. നോക്ക്, 5 പാർട്ടാക്കിയതിൽ 2 ആണെങ്കിലോ 2 എണ്ണം ഞാൻ കളർ ചെയ്യും. 5 പാർട്ടാക്കിയതിൽ 3 ആണെങ്കിലോ 3 എണ്ണം ഞാൻ കളർ ചെയ്യും. അപ്പൊ 5ൽ 1 എന്ന് പറയുമ്പോൾ 1 ഞാൻ കളർ ചെയ്തു. ഇനി ഇവരെ മാത്രം നോക്കിയാൽ മതി, വേറെ ആരും നോക്കണ്ട, ബാക്കിയുള്ളവരൊക്കെ കണ്ണും പൂട്ടിക്കാള്. ഇനി നോക്ക്, ഇവരെ മാത്രം നോക്കിയാൽ മതി. അപ്പൊ ഇതിന്റെ 1/8 എന്നാ പറയുന്നത്. ഇനി അടുത്ത ആരാണ്? 1/8, അതായത് 8ൽ 1. അപ്പൊ ഇവരെ മാത്രം നോക്കിയാൽ മതി അല്ലേ? ഇതിനെ 8 ഭാഗങ്ങളാക്കുക. അതിൽ 1 എന്ന് പറയുമ്പോൾ 8ൽ 1 ഇതായിരിക്കും 1/5 × 1/8. നിങ്ങൾ ഉറപ്പിച്ചോടാ, നാളത്തെ എക്സാം പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കും എന്നുള്ളത് ഷുവർ ആണ്. അടിപൊളിയായിട്ട് പഠിച്ചു വെച്ചോ. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? യെസ്. അങ്ങനെയെങ്കിൽ ഇത്ര മാത്രമേ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെയായിട്ടുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിനായിട്ട് പെട്ടെന്ന് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. അവിടെ മക്കളൊക്കെ പഠിക്കുകയാണ് കേട്ടോ. ഓരോ ദിവസം ഓരോ ക്വസ്റ്റ്യൻസ് ആയി ചെയ്ത് നോക്കുകയാണ്. അടിപൊളിയായിട്ട് ഉഷാറായിട്ട് പഠിച്ചോ. സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ മിസ് മറ്റൊരു വീഡിയോവുമായി വരാം. അതുവരേക്കും ബൈ.